ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചു കോടതി. ബിലാസ്പൂർ NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അപ്പോൾ ജാമ്യം അനുവദിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാരിനും അമിത്ഷായ്ക്കും നന്ദി പറയുകയാണ് പാംപ്ലാനി പിതാവ്. അപ്പോൾ എൻ്റെ ഇതിനകത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കേന്ദ്ര സർക്കാരോ അമിത്ഷായോ അല്ലെങ്കിൽ BJP തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ BJP ഭരിക്കുന്ന സർക്കാർ പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ട് ജാമ്യാപേക്ഷയെ എതിർക്കാതിരിക്കുകയല്ലേ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടിയിരുന്നത്? അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ കന്യാസ്ത്രീകൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ പാർട്ടികളെയും പ്രതിനിധികൾ ലഡു കൊടുക്കുന്നു, സ്വീകരിക്കുന്നു. ഇപ്പുറത്ത് RC രാജീവ് ചന്ദ്രശേഖർ, അപ്പുറത്ത് ജോൺ ബ്രിട്ടാസ്, ഇപ്പുറത്ത് ജോസ് കെ മാണി, ഹൈബി ഈഡൻ. എനിക്കറിയില്ല ഈ രാഷ്ട്രീയക്കാർ ഇത്രയധികം സ്വീകരിക്കാൻ ചെല്ലുന്നതിൻ്റെ കാര്യം കന്യാസ്ത്രീയോടുള്ള സ്നേഹം കൊണ്ടോ ക്രിസ്ത്യൻ സമുദായത്തോടുള്ള സ്നേഹം കൊണ്ടോ? എന്താണ്? വോട്ട് മാത്രമാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി BJPയുടെ അമിത്ഷായും നരേന്ദ്രമോദിക്കുമൊക്കെ പാംപ്ലാനി നന്ദി പറഞ്ഞു എന്ന് പറയുന്നു. എന്തുകൊണ്ട് പിന്നീട് ഇത്രയും ദിവസം ജാമ്യം കിട്ടാൻ താമസിച്ചു എന്നുള്ള ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ മറുപടിയുണ്ട്. ഈ BJPയുടെ അണ്ടറിലല്ല VHPയോ RSSോ വിശ്വ ഹിന്ദു പരിഷത്തൊന്നും BJPയുടെ അണ്ടറിലല്ല, അല്ലെങ്കിൽ BJPയുടെ കീഴിലല്ല, അവരുടെ കീഴിലാണ് BJP. അതാണ് അടിസ്ഥാനപരമായ കാര്യം. അത് പലർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ്. BJP ഭരിക്കുന്നു. BJPക്ക് RSSനോടോ VHPയോടോ ഒക്കെ പറയാനൊരു പരിധിയുണ്ട്. പറഞ്ഞാൽ അവർ അംഗീകരിക്കണമെന്നില്ല. അവരുടെ മേൽക്കോയ്മയിലാണ് BJP തന്നെ നിലനിന്ന് പോകുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ കണ്ടതാണ്. ഈ RSSുമായിട്ട് ഒന്ന് അകലാൻ BJP ശ്രമിച്ചപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്, ഗുജറാത്തിലൊക്കെ കണ്ടതാണ്. അത് ഒരു കാര്യം. പിന്നെ പാംപ്ലാനി എന്തുകൊണ്ട് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നന്ദി പറഞ്ഞു എന്നുള്ളതിന് പാഴൂർ പഠിപ്പര് വരെയൊന്നും പോകണ്ട, നമുക്കത് എന്താണെന്ന് കാര്യമെന്നറിയാം. കാരണം ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക്, ക്രിസ്ത്യൻ സഭകൾക്ക് ഒരുപാട് വിദേശ പണം വരുന്നുണ്ട്. ഒരു ഉടക്ക് പ്രഖ്യാപിച്ചാൽ, ഒരു എതിർപ്പ് കാണിച്ചാൽ ഇവിടെ സഭയുടെ വരുമാനം മുട്ടും, അതിലൊക്കെ പിടിവീഴും. ഇത് കൃത്യമായി ആർക്കാണറിയാവുന്നത്? സഭാ നേതൃത്വത്തിനറിയാം. പാംപ്ലാനി പോലെയുള്ള സഭയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് അത് കൃത്യമായി അറിയാം. അതുകൊണ്ട് ഉള്ളിലെന്തുണ്ടെങ്കിലും നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇപ്പോൾ BJPക്ക് ഒരു സന്തോഷമായി, ഞങ്ങൾ ഇടപെട്ടിട്ട്. കാരണം അവിടെ BJP നേതാക്കളുടെ മുഖം അത് വിളിച്ചു പറയുന്നു. ഇനി ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം, പിന്നെ ഹ്യൂമൻ ട്രാഫിക് തുടങ്ങിയ വിഷയങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതൊക്കെ കേട്ടുകേൾവി മാത്രമാണ്, അതിലുള്ള യാഥാർത്ഥ്യം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇതാണ് കോടതി ജാമ്യം കൊടുക്കാൻ ഇപ്പോൾ എടുത്ത തീരുമാനം. ഈ മതപരിവർത്തനം എന്താണ്? നിർബന്ധിത മതപരിവർത്തനം ഞാൻ വളരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു 2 കോടി രൂപ ഇപ്പോൾ തരാമെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന ഏത് ജാതിയിലേക്കോ മതത്തിലേക്കോ മാറാം. അത് നിർബന്ധിത മതപരിവർത്തനമാണോ? ഈ മതപരിവർത്തനം എന്ന് പറയുമ്പോൾ മനപരിവർത്തനമാണല്ലോ ആദ്യം വേണ്ടത്. അതെ, കറക്റ്റ്. ഞാൻ കുറച്ച് കാശ് കൊടുത്തോ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിലോ ക്രിസ്ത്യാനിയാവാൻ ഒരാളെ വിളിച്ചുകൊണ്ടുവന്ന് അവനെ മാമോദിസ മുഖ്യകൊണ്ട് അവൻ ക്രിസ്ത്യാനിയാകുമോ? ഇല്ല. അവൻ്റെ മനപരിവർത്തനം ഉണ്ടാവുന്നില്ല. എന്നാൽ ക്രിസ്ത്യൻ സഭകളിൽ ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ് നടത്തുന്നവർക്ക് ആളെ കൂട്ടുക, ഇപ്പോൾ ഒരു പാർട്ടിയാണെങ്കിൽ, ഒരു സംഘടനയാണെങ്കിൽ അതിൽ മെമ്പർഷിപ്പ് കൂട്ടുക എന്ന് പറയുന്നൊരു കാര്യമില്ലേ? അവരുടെ മനസ്സിലെന്താണ്? ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിൽ തന്നെ ഇപ്പോൾ ഈ ഇരകൾ എന്ന് പറയുന്ന പെൺകുട്ടികൾ, 3 പെൺകുട്ടികൾ പറയുന്നത് അവർ പാരമ്പര്യമായി ക്രിസ്ത്യാനികളാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അവർ പേര് മാറ്റുന്നില്ല, അവർ അവരുടെ ഗോത്രവർഗത്തിൽ നിന്നും പുറത്തു വരുന്നില്ല. കാരണം അത് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളുണ്ട്. അതിനുവേണ്ടി അവിടെ നിന്നുകൊണ്ട് പേര് മാറ്റാതെ തന്നെ എന്താണ് പറയുക, ക്രിസ്ത്യൻ മതത്തിലേക്ക് ചേരുന്നു. അവരുടെ മനസ്സിന് മാറ്റം വന്നിട്ടുണ്ടോ? മനപരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അവർ ആത്മാർത്ഥമായി യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതാണ് ഏകരക്ഷ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശുക്രിസ്തു മാത്രമാണ് ഏകരക്ഷ എന്നുള്ളതാണല്ലോ ക്രിസ്ത്യാനികളുടെ ആ ഒരു ബൈലൈൻ. അത് പാലിക്കപ്പെടുന്നുണ്ടോ? നമുക്കെങ്ങനെ ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിൽ ജനിച്ചു, അവിടെ മാമോദിസ മുങ്ങി വളർന്നു, ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവർ എത്രയോ ക്രിമിനൽസ് ഉണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാതയാണോ? എത്ര വൈദികരും കന്യാസ്ത്രീകളും ക്രിമിനൽ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു, അത് ക്രിസ്തുവിൻ്റെ പാതയാണോ? അപ്പോൾ
നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞ് ഇവിടെ VHP അല്ലെ ബജറംഗ് ദൾ ഇവരെടുക്കുന്ന ഈ യുദ്ധമുണ്ടല്ലോ, ഈ മല്ലയുദ്ധം, അത് വെറും വാചക കസരത്ത് മാത്രമായി മാറുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഹിന്ദു മഹാസഭ അല്ലെ ഹിന്ദു രാഷ്ട്രീയ പാർട്ടികൾ അല്ലെ ഹിന്ദുത്വ അജണ്ട കാത്തു സൂക്ഷിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാളെ കാശ് കൊടുത്ത് മതപരിവർത്തനം നടത്തിയെന്ന് വിചാരിക്കുക. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് 2 കോടി രൂപ തരാമെങ്കിൽ ഞാൻ ഏത് മതത്തിലേക്കും മാറാം. അത് മതത്തിന് യാതൊരു പരിഗണനയില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് ചേരണോ, മതത്തിലേക്ക് എന്നെ ചേർക്കണോ, എനിക്ക് 2 കോടി രൂപ ഇപ്പോൾ തന്നാൽ ഞാൻ മുസ്ലിമാവാം. ഇത് ഞാൻ പരസ്യമായി പറയില്ലേ. പക്ഷേ എൻ്റെ മനസ്സെന്താണെന്ന് ഒരു മുസ്ലിം പണ്ഡിതന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു മുസ്ലിം പുരോഹിതന് തീരുമാനിക്കാൻ പറ്റുമോ? ഞാനെപ്പോഴും വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളിലാണ് ജീവിക്കുന്നറിയാൻ പറ്റും. അപ്പോൾ മെമ്പർഷിപ്പ് കൂട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിലോ അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു ഹിന്ദു വിശ്വാസി അങ്ങനെ ഒരു പ്രലോഭനത്തിൽ വീണിട്ടുണ്ടെങ്കിൽ ആ പ്രലോഭനം സ്വീകരിച്ചുകൊണ്ട് അവൻ ജീവിക്കട്ടെന്നേ. നിങ്ങളുടെ ഒരു അംഗം അവിടുന്ന് പോയാൽ, നിങ്ങളുടെ ടോട്ടൽ അംഗസംഖ്യയിൽ 1% കുറവ് വന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കുക? അപ്പോൾ അവിടെയാണ് നമ്മൾ രാഷ്ട്രീയവുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടേണ്ടത്. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ സുഹൃത്താണ് കേരളത്തിലെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള വിജി തമ്പി. അദ്ദേഹം നല്ല സുഹൃത്താണ്. അദ്ദേഹം ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ജാതി ചിന്തകളോ അല്ലെങ്കിൽ മതചിന്തകളോ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളല്ല. ഇപ്പോഴും സൗഹൃദപൂർവ്വം എല്ലാവരുമായിട്ട് സംസാരിക്കുക, എല്ലാ സുഹൃത്തുക്കളും ഉണ്ട്. പക്ഷേ അങ്ങേര് തികഞ്ഞ ഹിന്ദു വിശ്വാസിയാണ്. അങ്ങനെ ആ സംഘടനയുടെ തലപ്പത്ത് വന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു ചാനലിൽ നിന്ന് പറയുന്നത് കേട്ടു, ഇവിടെ ഹിന്ദുക്കൾ ഇത്ര ശതമാനം കുറയുന്നു, മറ്റ് ന്യൂനപക്ഷം എന്ന് പറയുന്നവർ വളരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഹിന്ദു ഇത്തിരി കുറഞ്ഞാൽ എന്താ കുഴപ്പം? നമ്മളുടെ വിശ്വാസത്തെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? എനിക്കൊരു വിശ്വാസം, ഞാൻ ക്രിസ്ത്യൻ നാമധാരിയാണ്, ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതാണ്. പക്ഷേ ഞാൻ ഒരിക്കലും അതിൻ്റെ പാതകൾ പിന്തുടരുകയോ ആ റിച്വൽസിനെ പ്രാർത്ഥിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാത്ത ആളാണ്. എനിക്കത് താല്പര്യമില്ല. എൻ്റെ വിശ്വാസം മറ്റൊന്നാണെന്നേ. അപ്പോൾ അവരുടെ മനസ്സിൽ, ഒരാളുടെ മനസ്സിൽ കയറി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഇപ്പോൾ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കളെ സന്തോഷിപ്പിക്കുന്നു ബജറംഗ് ദൾ. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇവിടെ മുഷ്ടി ചുരുട്ടി തെരുവിലിറങ്ങുമ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളെ സന്തോഷിപ്പിക്കും. ഒരിക്കലൊരു വലിയ നിരീശ്വരവാദി ക്രിസ്ത്യനായിരുന്നു, അതിലൊരു പ്രസംഗം ഞാൻ കേട്ടതാണ്. ഞാൻ ക്രിസ്തുവിനെതിരാണ്, ബൈബിളിനെതിരാണ്, ക്രിസ്ത്യാനികൾക്കെതിരാണ്, ഞാനൊരു സ്വതന്ത്ര ചിന്തകനാണ്. പക്ഷേ ഇപ്പോഴും ഒരു ജോർജ് മാത്യുവിന് എന്തെങ്കിലും ഒരു പുരസ്കാരം കിട്ടിയെന്ന് പറഞ്ഞാൽ അറിയാതെ മനസ്സിൽ വരുമത്രേ. ഇത് 19 വയസ്സുള്ള ആളാണ്. അയാൾ പറയണം, അറിയാതെ മനസ്സിൽ വരുമത്രേ, നമ്മുടെ ഒരു പയ്യനാണല്ലോ കിട്ടിയത്. അതായത് ആ ജീനിൽ കിടക്കുന്നതാണ്. അടിസ്ഥാനപരമായിട്ടും അവൻ്റെ ഉള്ളിൽ അതുണ്ടാവും. അവൻ ജനിച്ചു വളർന്ന ആ സാഹചര്യം, 8 വയസ്സിനുള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറിയ ആ ഒരിത് എത്ര തൂത്തും വായിച്ചാലും അതിൻ്റെ ഒരു അംശം അവിടെ കിടക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് രൂഢമൂലമായി വളർന്നിരിക്കുന്ന ആളുകളാണ് ഇങ്ങനെ മതത്തിന് വേണ്ടി വടിവാളുമായിട്ട് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ നാവുമായിട്ട് ഇറങ്ങുന്നത്. ആ നാവിൽ കഠോര വാക്കുകൾ ചേർത്തുകൊണ്ട് മനുഷ്യനെ വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഈ മതത്തിൻ്റെ പുറകെയും ജാതിയുടെ പുറകെയും പോകാതെ മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യനെ സ്നേഹിക്കാനും കഴിയുന്നിടത്ത് ഈ നാട് വളരും, ഈ നാടിന് ഉയർച്ചയുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.